പ്രിയപ്പെട്ടവരെ, ദീർഘമായി പറയുന്നില്ല. അന്ന് ഉച്ചക്ക് 3 മണി വരെ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. മഹാനരായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഇറങ്ങിയിട്ട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, നിങ്ങളെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തിയത് എന്ന് ചോദിച്ചു. അവരെ എണ്ണ എത്രയെന്നല്ല, അവരെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ അവര് വലിയ മഹാന്മാരായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. അപ്പൊ ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, കദാലിക മൻ ഷഹീദ ബദറൻ മിന്ന, ഞങ്ങൾ മലക്കുകളുടെ ലോകത്തും ബദറിൽ പങ്കെടുത്ത ആളുകളാണ് ടോപ്പ് മക്കാമില് എന്ന് ജിബ്രീൽ അപ്പോൾ പ്രതികരിച്ചു എന്ന് മഹാനരായ ഷഫീൽ വറ മുഹമ്മദ് മുസ്തഫ. അവ എന്താണ് പറയുന്ന അർത്ഥം? മലക്കുകളുടെ ലോകത്ത് 5000 അല്ല, 50,000 അല്ല, 50,000 കോടിയല്ല, മലക്കുകളെ എത്രയാണ് എന്ന് സൃഷ്ടിച്ച പടച്ചോനല്ലാതെ അറിയില്ല. ആ മലക്കുകളിൽ ഏറ്റവും വലിയവര് ഈ 5000 ആളുകളാണ്. എന്താ കാരണം? അവര് ബദറിലൊന്ന് പങ്കെടുത്തുന്നു. ബദർ ആകെ 2 മണിക്കൂർ ഉണ്ടായിട്ടുള്ളൂ. 2 മാസം വരെ നീണ്ടുന്ന യുദ്ധങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വെല്ലും ബദർ. ബദർ ആകെ നമ്മളിങ്ങനെ കണക്കൂട്ട് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ഉണ്ടാവും ബദർ. പക്ഷെ എന്നാലും ഇതിനെ വെല്ലാൻ ലോകത്ത് ആരുമില്ല. ആണ് ബദർ. യുദ്ധം കഴിഞ്ഞപ്പോ അല്ലാഹു തആല അവരോട് പറഞ്ഞില്ലേ, ഈമലും ആശയത്തും. അതിന്റെ അർത്ഥം വെക്കാൻ മടിയുണ്ട്. ഇത് ഖുർആനാണ്. ഇതിന് അർത്ഥം വെക്കാൻ എനിക്ക് മടിയുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ പങ്കെടുത്ത ആൾക്കാരോട് പടച്ചോൻ പറയാണ്, ഞാൻ അർത്ഥം വെച്ച ഞങ്ങൾക്ക് തോന്നും നമുക്ക് അതിൽ പങ്കെടുക്കായിരുന്നു. അർത്ഥം വെക്കണ? ഇനി തോന്നിയമാരാണ് ജീവിച്ചോളൂ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ ശിക്ഷിക്കൂല. അങ്ങനെ ഒരു കൂട്ടരോടെ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ തോന്നിയാസം ചെയ്തോളി, എനിക്കൊരു കുഴപ്പമില്ല. കത് ഓഫർത്തിലൊക്കെ നിങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കണം. ഇനി എന്താച്ചങ്ങളാണ് ചെയ്തോളി. എന്താ തോന്നുന്നുണ്ട് അതിൽ പങ്കെടുക്കായിരുന്നു? ഇത് കേട്ടിട്ട് ബദരീങ്ങളിൽ ആരെങ്കിലും ഒരു തോന്നിയാസം ചെയ്തിട്ടില്ല. നമ്മൾ വേറെ അവിടെ മനസ്സിലാക്കണം. അങ്ങനെ അർത്ഥം വെച്ച് മാത്രം പോരാ. ഇതാണ്ട് കേട്ടിട്ട് ബദരീങ്ങളിൽ ആരെങ്കിലും കള്ളുപിടിച്ചോ? അള്ളാഹ് അങ്ങനെയാണ് പറയണല്ലോ. അള്ളാഹ് പറഞ്ഞാൽ വെറുതെ പറയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാന്നായിട്ട് ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെന്താണ് പറയണത്? ആ സ്നേഹാണ്ട് കരകവിഞ്ഞൊഴുകിയപ്പോ അള്ളാഹ് പറയണ, നിങ്ങൾക്ക് ഇനി നിയമമൊന്നും ബാധകല്ല എന്നൊരു മക്കാമുക്ക് അവരെ എടുത്തു ഉയർത്തിയ പോലെ നിയമം ബാധകല്ലായിട്ടല്ല, അത്ര പടച്ചോൻ ഇഷ്ടായി ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ. അതുകൊണ്ട് നമ്മളും ബദരീങ്ങളും അത്ര ഇഷ്ടപ്പെടും. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈമാന്റെ അടിത്തറ. അതില്ലെങ്കിൽ ഖുർആൻ എത്ര ഹത്ത് നിർത്തുന്ന കാര്യമില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട മുഴുവൻ ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടണ്ടേ? അല്ലെ, ഇസ്ലാമിന്റെ അടിസ്ഥാന ആധാരം അതല്ലോ. അള്ളാഹ് അവരോട് പറഞ്ഞ ഖുർആനല്ലോ അത്. നിങ്ങൾ എന്താ വെച്ചാണ്ട് ചെയ്തു കൂട്ടിക്കൂടി. എന്നാ ഞാൻ ഒറ്റപ്പെട്ട ചില സംഗതികൾ നടന്നിട്ടുണ്ട് കേട്ടോ. തമ്മാടിത്തരൊന്നും അല്ല. ഹാത്തിബ് റളിയല്ലാഹു ബദറിൽ പങ്കെടുത്ത ആളാണ്. മക്കം ഫത്ത് സംഭവിച്ചത് റംസാനിൽ തന്നെയാണ്. ഈ മക്കം ഫത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുയായികളുമായി മക്ക പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് സ്വകാര്യ പ്ലാനാണ്. അത് മക്കാരെ അറിയിച്ചിട്ടില്ല. വേഗം പോയിട്ട് അവിടെ നന്നായിട്ട് ശുദ്ധികശലം ചെയ്യുക, പിടിച്ചെടുക്കുക, നാടിനെ കയ്യിലാക്കുക. കാരണം നാടാണ്, സ്വന്തം നാടല്ലത്, നമ്മൾ തിരിച്ചു പിടിക്കണ്ടേ. പക്ഷെ അവിടെയുള്ള ആളുകൾ അറിയിക്കണ്ട എന്നാണ് മദീനയിലെ തീരുമാനം. പക്ഷെ ഹാത്തിബ് റളിയല്ലാഹു എന്ത് ചെയ്ത്, അവിടെ മൂപ്പരെ കുറെ കുടുംബക്കാരുണ്ട്, വാപ്പിയമ്മയും വരെ അവിടെയാണ്. അവരൊന്നും ഇസ്ലാമക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ കുടുംബ ബന്ധം, ഈ ചോര എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അവിടെ ചില സമയത്ത് എല്ലാം മറന്നുകൊണ്ട് നമ്മളൊന്ന് കൂട്ടിപ്പോകും. അപ്പൊ ഈ ചോരനോടുള്ള സ്നേഹം കൊണ്ട് മൂപ്പര് ഈ സീക്രട്ട് കാര്യം സ്വകാര്യം കത്തെഴുതി അറിയിച്ചു, വേഗം സ്ഥലം വിട്ടോളി, ഇവിടുന്ന് എല്ലാവരും കൂടിയാണ് വരുന്നുണ്ട്. സംഗതിയിൽ അത് പരസ്യമായിട്ട് വായിക്കണമെങ്കിൽ ചാരപ്പണിയാണ്. നാടിന് ഒറ്റ കൊടുത്താൽ മിനിമം ശിക്ഷ ഏതാ? നോമ്പറക്കാൻ തലയില്ലാതാവുന്നില്ല. നാടിന് ഒറ്റ കൊടുത്താൽ അങ്ങനെയല്ലേ? ഇപ്പൊ ഇന്ത്യനെ പാകിസ്ഥാനൊക്കെ ഒറ്റ കൊടുത്താൽ ഇവിടെ അയാൾക്ക് വധശിക്ഷ നൽകും, ഉറപ്പന്നല്ലേ? എന്താ സംശയമുള്ള? വധശിക്ഷയാണ്, ഉറപ്പാണ്. ചാരപ്പണിയാണത്. പക്ഷെ അങ്ങനെ സ്വകാര്യറ്റ് കത്ത്
ഞങ്ങളെല്ലാരും കൂടി ആണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് സ്ഥലം വിട്ടോളി, അവിടെ ഭയങ്കര പ്രശ്നമാവും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് അങ്ങനെ. പക്ഷെ ഇത് ആരും അറിഞ്ഞില്ല. ഒരു പെണ്ണിന്റെ അടുത്ത് കൊടുത്തയച്ചു. ആ പെണ്ണാണെങ്കിൽ മുടിക്കെട്ടിന്റെ ഉള്ളിൽ അങ്ങ് അകത്ത് വെച്ചിരുന്നു. എന്നിട്ട് പോവാണ്. ഫനസലൽ അമീനും മലക്ക് ജിബിരി. ജിബീസിലെ ഇറങ്ങിയിട്ട് പറഞ്ഞ മുത്തനബിയെ സംഗതി ആകെ പൊളിഞ്ഞിരിക്കണം. ഇവിടുന്ന് ഹാത്തിബ് ഒരു കത്താണ്ട് കൊടുത്തയച്ചിരിക്കണം. ഒരു പെണ്ണിന്റെ അടുത്താണ്. ആ പെണ്ണിപ്പൊ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മക്കത്ത് എത്തിയാൽ പ്രശ്നമാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ 1-2 സഹാബാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാലെ ഒരു പെണ്ണ് ഇന്ന സ്ഥലത്ത് ഇപ്പൊ എത്തിയിട്ടുണ്ട്, വേഗം പോയിട്ട് ആ പെണ്ണിന്റെ അടുത്ത് ഒരു സ്വകാര്യ കത്തുണ്ട്. എന്താണ്, ആരാണ് കൊടുത്തോന്നും പറഞ്ഞിട്ടില്ല. അത് വേഗം വാങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, നമ്മളെ സ്വകാര്യ പദ്ധതികളൊക്കെ പൊളിഞ്ഞു വന്നാറ്. ഇവർ ഓടിപ്പോയി പെണ്ണിനെ കണ്ടുപിടിച്ച പെണ്ണ് പറഞ്ഞു, ഒരു കത്തിന്റെ അടുത്തില്ല. ഇവരിപ്പോ അങ്ങനെ പറഞ്ഞ ഒഴിയിലല്ല, കാരണം ഇവരോട് ആരാ ഇത് ഉണ്ട് എന്ന് പറഞ്ഞേ. മഷിനോട്ടക്കാരനല്ല, പിന്നെ ആരാ? അതിപ്പോ പലരും പലതും അബ്ബാസ് മൈമൂന് അത് ഇതുന്നുണ്ട് പലരും പറഞ്ഞു, കൂടെ നമ്പാൻ പറ്റൊന്നുമില്ല. ഇത് മഷിനോട്ടക്കാരൻ പറഞ്ഞല്ല, പിന്നെ ആര് പറഞ്ഞതാ? അവമാ യന്തിഖ്വാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ പറഞ്ഞാണ്, തെറ്റൂല. അപ്പൊ ഇവര് പറഞ്ഞു, മര്യാദക്ക് കത്ത് തന്നോ, വേറെ വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട, ഞങ്ങളോട് ഇത് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. പെണ്ണൊന്നും കൂടി പിടിച്ചു നോക്കി, എന്റെ അടുത്ത് ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ അലിയാര് കുറച്ച് കടന്നു വർത്താനം പറഞ്ഞു. അപ്പൊ ആ തുണി ഉരുന്നറിഞ്ഞു. തുണി ഉരുന്ന് തന്നെ അതിന്റെ ഉള്ളിലേറ്റ് വെച്ചിക്കണോ പരിശോധിക്കാൻ വേണ്ടിട്ട്. പക്ഷേ എല്ലാരും കൂടി നിന്റെ മുഖത്ത് നോക്കണ്ടല്ലോ, ഞാനും ഊരുന്നല്ല പറഞ്ഞത്. ഈ സംഗതി കിട്ടാൻ വേണ്ടി അലിയാർ എന്ത് ചെയ്തു, ഒരു പടി കയറി പറഞ്ഞു, മര്യാദക്ക് തന്നോ, ഈ എവിടെ ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല, എപ്പോ ഊരി പരിശോധിക്കുന്ന പറഞ്ഞു. അപ്പൊ അന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഔറത്ത് വെളിവാക്കുക എന്ന് പറഞ്ഞാൽ തുണി ഉരുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇന്നത്തെ പെണ്ണാണ് ആദ്യം പറഞ്ഞത് ഒരു കൊളി എന്ന് പറയും ചിലപ്പോൾ. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അന്നില്ലാത്തത് ചരിത്രം ഉഷാറാ നന്നായി. നമ്മൾ ഇന്നത്തെ പെണ്ണുങ്ങളായിട്ട് ആണെങ്കിൽ പറയും ഒരു കൊളി എന്ന് പറയും. പക്ഷെ അപ്പം പറഞ്ഞോളൂ പേടിച്ച് ഇത് അയക്കുന്നറ ആകെ വേണ്ടാറായി. ആ മുടിക്കെട്ടിനുള്ളിൽ നിന്ന് കടുത്തെടുത്ത് കൊടുത്ത് ഇതേറ്റ് നേരാണ്ട് വന്ന് മുത്തനബിന്റെ അടുത്ത് ഇതിനെങ്ങനെയാണ് വായിച്ചു. അപ്പൊ ഈ കത്ത് കൊടുത്തയച്ച ആള് മുമ്പിലുണ്ട്, സഹാബിയാണ്, ബദരീങ്ങൾപ്പെട്ട ആളാണ്, ഹാത്തിബ് എന്ന പേര്, വലിയ മഹാനാട്ടോ, റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെച്ചു, ഹാത്തിബേ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ തന്നെ മറ്റാൾ മുമ്പിലുണ്ട്. മറ്റാളെന്ന് പറഞ്ഞാൽ നിങ്ങളെ വേങ്ങട്ട് പറയണ ആരാ? കിസ്റാവേറേക്കും കൈസറും പനിക്കുന്നതാണ്, മിസ്റിൽ മൗഖൗഖിസ് കേട്ടുടഞ്ഞേറ്റുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. അനങ്ങിയവാളല്ലേ, ഒരു കളി നടക്കൂല അവിടെ. എന്താ ചില സമയത്തുള്ള ധൈര്യം നിറയങ്ങള്. ഒരിക്കൽ മുത്തനബി ഇങ്ങനെ ഖബറിന്റെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കണം. മുങ്കർനക്കീർ വരും, രണ്ടാളെ കയ്യിൽ ഇരുമ്പിന്റെ തണ്ടുണ്ടാവും, അതിൻ്റെ പാറ പൊളിച്ച പാറ അരിപ്പൊടിയായി മാറും. അവരെ കൊമ്പ് എന്ന് പറഞ്ഞാൽ, അവരെ പല്ല് എന്ന് പറഞ്ഞാൽ തേറ്റ പല്ലുകളാണ്, ആനക്കൊമ്പും. ഇതൊക്കെ പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ചിലവരൊക്കെ കവുന്നാണ്ട് വീണു, ചിലവരിങ്ങനായി. കത്തവ അങ്ങനെ മുത്തനെ ചോദിച്ചു, എന്താ ഉമ്മറ എനിക്ക് ബേജാറ് പേടിയൊന്നുമില്ലേ ചോദിച്ചു. അവ ചോദിച്ചു, എനിക്കിപ്പോഴുള്ള ഈ മസിലും ധൈര്യമൊക്കെ കബറുന്നുണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്നാ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്റെ ഈ മസിലും ഈ ധൈര്യമൊക്കെ കബറുന്ന അള്ളാഹു എനിക്ക് തരികയാണെങ്കിൽ മലക്കുകളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതാണ് ആള്. ആ ആള് എണീറ്റിട്ട് മുത്തനബിനോട് പറഞ്ഞു, മുത്തനബിയെ നിങ്ങളൊന്നും ഇങ്ങോട്ട് സമ്മാനം തരി, ഈ പായന്റെ പെരടി ഞാൻ വെട്ടിക്കൊള്ളാം. ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബനഞ്ഞ് വാക്കിക്കാൻ പറ്റൂല, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട കപടനാണ്. ഉടനെ അല്ലാണ്ട് മറേ മുണ്ടിപ്പോരുത്, ബഹു ബദരിയൻ. അതാണ് ബദറിൽപ്പെട്ട ആളാണ്, മുണ്ടിപ്പോരുത്. ബദർ പങ്കെടുത്ത പിന്നെ ആയാതി വർത്താനം പറയാം. കാരണം ബദറിൽ മുനാഫിക്ക് ഉണ്ടാവില്ല. മുനാഫിക്ക് ബദറിലും പങ്കെടുത്തിട്ടില്ല. ഉഹദിലുണ്ടായിക്കണം മുനാഫിക്കുകൾ, ബദറിൽ ഒരൊറ്റ മുനാഫിക്ക് ഉണ്ടായിട്ടില്ല. ബദറല്ലേ, ബദറിൽ പങ്കെടുത്ത ആളല്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നിട്ട് സംഗതി ശാന്താക്കിയിട്ട് റസൂൽ വെച്ച്, അല്ല ഹാത്തിബേ എന്റെ വിജയ് ചെയ്തെന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, മുത്തനബിയെ ഞാൻ ഒരിക്കലും ഒറ്റ കൊടുത്തല്ല, ചാരപ്പണി നടത്തിയില്ല. ഞാൻ അങ്ങയുടെ കൈ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ ഒരു കാപട്യം വന്നിട്ടില്ല. എനിക്ക് ദീന ഉറപ്പാണ്, എനിക്ക് ഈമാൻ ഉറപ്പാണ്. പിന്നെ അച്ഛ ഇതെന്താ വെച്ചാൽ ചോരല്ല മുത്തനബിയെ, എന്റെ സ്വന്തം ആൾക്കാർ അവിടെ ഉണ്ട്, നമ്മളെല്ലാരും കൂടിയാണ് പോയിട്ട് ഐറ്റങ്ങൾ ബേജാറുണ്ടാന്ന് വെച്ച് ഞാൻ ഉള്ളു കൂടി ഒരു സ്വകാര്യ സ്നേഹം കാണിച്ചാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. മൂപ്പരിങ്ങനെ ആ കുടുംബത്തിനോടുള്ള സ്നേഹം കാണിച്ച, അല്ല നാടിനൊറ്റ കൊടുത്തോന്നല്ല. ആ ഉടനെ തന്നെ അള്ളാന്റെ റസൂൽ ബഹു ബദരി എന്ന് പറഞ്ഞല്ലോ,
അതാണ് വിഷയം. അത് ബദരീങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്തൊരു സർട്ടിഫിക്കറ്റാണ്. ഇനി അവരെ നെഞ്ചിലേറ്റാതെ ഒരിക്കലും സ്വർഗം കിട്ടൂല. കാരണം അവരാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എങ്ങനെ കടക്കണമെന്ന മാർഗം വരച്ച് കാണിച്ചത്. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഇനി അവരെ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് അള്ളാന്റെ റസൂലിന് മുമ്പിൽ വേറെ ഒന്നൊരു പ്രശ്നമില്ലാത്തവരാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം, ബദർത്തെ എല്ലാം കൂടി പറയാൻ സമയമില്ല. ഒറ്റ ഉദാഹരണം. ബാപ്പി മക്കളുണ്ട്, മക്കൾ അവിടെ, ബാപ്പ അവിടെ, മക്കൾ ഇവിടെ, ബാപ്പ അവിടെ, അങ്ങനെയാണ് അവിടെ. പക്ഷെ അതൊന്നും അവർക്ക് വിഷയമില്ല. അതിൽ ജറാഹ് എന്നുള്ളൊരാള്, അബൂബൈദന്റെ വാപ്പ. അബൂബൈദ റസൂലുള്ളാന്റെ അടുത്ത്, ജറാഹ് അബൂജാലിന്റെ അടുത്ത്. നോക്കാണ് നിങ്ങൾ എങ്ങനെ നിൽക്കണത്, എന്തായിരിക്കും ഇപ്പൊ നിപ്പൊക്കെ. ബാപ്പിയും മോനും കൂടി ഏറ്റുമുട്ടാൻ പോകും. ബാപ്പ അവിടെ ശത്രുക്കളെ കൂട്ടത്തിൽ, മോന് വെടി. പക്ഷെ ഈ മോൻ എന്ത് ചെയ്തു, ബാപ്പാനെ കണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ സാബാക്കലടിക്ക് ഇങ്ങനെ മാറി അങ്ങനെ ഒരു വഷളത്തരല്ലേ. അപ്പുറത്ത് ബാപ്പയല്ലേ, ബാപ്പയും മോനും കൂടി തല്ലൂടുകാരനും മോശമല്ലേ. അപ്പൊ കുറെ ഇങ്ങനെ ഒഴിഞ്ഞിറക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ജറാഹ് മോനെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ കണ്ട്, ഇതാണോ വിളിക്കണേ, പുറത്തു വേടാ ജറാഹ്. എടാ ആണായി പറഞ്ഞു തന്നെ ഇയാളെ മോനെ തന്നെയല്ലേ പോയി. എന്നിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞ ആറാം പറഞ്ഞോനെ ബാപ്പ മോനെ. അപ്പൊ ഉമ്മാനെയും കുറ്റം പറയല്ലേ. പക്ഷെ അബൂബൈദ ഒന്നും മിണ്ടില്ല. ഉമ്മാനെയും കുറ്റം പറഞ്ഞോട്ടെ, ഇനിയും കുറ്റം പറഞ്ഞോട്ടെ. അപ്പൊ ചില സ്വഹാബാക്ക ചിലവരിങ്ങനെ തോണ്ടി, അങ്ങനെ ഉണ്ടാവില്ല. എങ്ങനെ ആയാലും ഇങ്ങനെ പുളിമ കയറ്റുന്നവരുണ്ടാവില്ല. അപ്പൊ അബൂബൈദ തന്നെ പറഞ്ഞോട്ടെ, എന്റെ ബാപ്പല്ലേ, ബാപ്പാക്ക് മോൻ എന്തും പറഞ്ഞൂടെ, ബാപ്പാക്ക് മോൻ എന്താ പറയാൻ പറ്റും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ശാന്തമായിട്ട് മൂപ്പര് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ജറാഹിന് മനസ്സിലായി, ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഓനെ ഇളകണമെങ്കിൽ ആരെ പറയണം, മുത്ത് മുസ്തഫാനെ പറയണം. ഉടനെ ജറാഹ് അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി റസൂലുള്ളാഹിനെ. വലമ്മാ സബ്ബൻ നബിയ മുഹമ്മദ്. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞിട്ടില്ല, തൊള്ള തുറന്നിട്ട് എന്തോന്ന് തുടങ്ങിയിട്ടുള്ളൂ. സ്വഹാബാക്കൾ പറയാണ്, റഅയ്ന വസ്ബത അബി ഉബൈദ. ജറാഹിന്റെ തൊള്ള തുറന്നിട്ട് റസൂലുള്ളാഹിനെ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഈറ്റപ്പുലിയെ പോലെ, ചീറ്റക്കടുവയെ പോലെ, ഗർജിക്കുന്ന സിംഹത്തിനെ പോലെ ഒരൊറ്റ ചാട്ടാണ് അബൂബൈദ. വാളും കണ്ട് വീശിയിട്ട് തിരിച്ചു വരുമ്പോ വാളിന്റെ തലപ്പത്ത് വാപ്പാന്റെ തല ഉണ്ട്. വെട്ടിങ്ങട്ടെടുത്ത് എന്തേ നടന്നേന്ന് മൂപ്പർക്ക്. ആ തല വാൾത്തുമ്പത്ത് കോർത്തിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അറിഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞു. അള്ളാന്റെ റസൂൽ മുഖം കണ്ട് തിരിച്ചു. ദീ കൂടെ അങ്ങോട്ട് വന്നു, അസ്സലാമു അലൈക്കും, മുഖം കണ്ട് തിരിച്ചു. കാരണം ഇതിപ്പോ ആര് പറഞ്ഞു പണി, പാപ്പാന്റെ തല എടുക്കാൻ പറഞ്ഞു. അള്ളാന്റെ റസൂൽ ഫേസ് ചെയ്തില്ല. റസൂലുള്ള ഒറ്റപ്പെടുത്തം മിണ്ടിയില്ല, സലാം അടക്കിയില്ല. എന്താണ് ഈ ചെയ്ത കടുങ്കൈ, വാപ്പാന്റെ തല എടുക്കേ. فنزل الأمين ملك جبريل لا تجد قوما يؤمنون بالله ورسوله يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه أولئك حزب الله ألا إن حزب الله هم المفلحون. നബിയെ സലാം മടക്കിക്കാളി, സലാം മടക്കിക്കാളി. കാരണം ആ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട്, അവർക്ക് നിങ്ങളെ തൊട്ടാ പൊള്ളും, പിന്നെന്താ നടക്കണെന്ന് പോലും അറിയില്ല. ഈ ആയത്തടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്തും ബാപ്പാന്റെ തലെടുക്കാൻ മക്കൾക്ക് അനുവാദമില്ല കേട്ടോ. പക്ഷെ ഇതൊരു സാഹചര്യത്തിൽ അവർക്ക് സ്പെഷ്യൽ കേസായിട്ട് അല്ലാഹു തആല ഇറക്കിയതാണ്. കാരണം അത് എന്താണ് സംഭവിച്ചതെന്ന് അവരറിഞ്ഞില്ല. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, കെട്ടിയവളേക്കാൾ, കുട്ടികളെക്കാൾ, തന്നേക്കാൾ ജ്വലിച്ച് കരകവിഴിഞ്ഞ് അവരുടെ അസ്ഥിയിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, രക്തത്തിലേക്ക് ലയിച്ച് ചേർന്ന അവരുടെ ജീവിതത്തിന്റെ ശ്വാസത്തിലെ ഗന്ധമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പിന്നെ തൊട്ടാ പൊള്ളും, എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചില ആളുകൾ റിജാലുണ്ട്, നബി അവിടെ സലാം മടക്കി കളിക്കുന്ന അള്ളാഹ് പറഞ്ഞപ്പോഴാണ് സലാം മടക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് ബദരീങ്ങൾ.
അവർക്ക് അള്ളി റസൂലല്ലാതെ വേറെ അതിന് തടസ്സമായിട്ട് ഒന്നും ഒൽക്കില്ല. അള്ളാഹു താല അവരെ ബർക്കത്തോ നമ്മൾ നന്നാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3-4 ഘട്ടങ്ങൾ ബദരീങ്ങളെ കുറിച്ച് ഇതിന്റെ ചുറ്റുഭാഗത്ത് ഇവിടുന്നും പിന്നെ മദ്രസയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നെ സമയം ഒരുപാടായിട്ടുണ്ടല്ലോ, പിന്നീട് തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്താടോ ഞാൻ എന്നോട് ഇങ്ങനെ ആക്കാൻ പറഞ്ഞില്ലേ? ഞാൻ മറന്നാല് എന്ത് ചെയ്യാക്കാന്? അല്ല, ഓന്റെ വല്യപ്പാനെ എനിക്ക് മറക്കാൻ പറ്റൂലേ? ഓന്റെ വല്യപ്പ മരിച്ച ദിവസമാണ്. ഓന്റെ വല്യപ്പാനെ കുറിച്ച് ഇടക്ക് പറഞ്ഞില്ലേ? 96 ദിവസം നോമ്പ് പോക്കണ 90 വയസ്സുള്ള മനുഷ്യൻ. 90-ാം വയസ്സിൽ 96 ദിവസം അടുപ്പിച്ച് റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ 6 നോമ്പ് പോറ്റിന്ന ആളാ. എന്നെ ഇവരെക്കാളൊക്കെ സ്നേഹിച്ചിരുന്ന ആളാ. പേരക്കുട്ടികളെക്കാളും കുട്ടികളെക്കാളും ഇന്ത്യയിൽ സ്നേഹം. അങ്ങനത്തെ ആളായിരുന്നു. വളരെ ഫക്കീറായ പച്ച മനുഷ്യൻ. അതേ രോഗം പിടിച്ച് കൊറോണന്റെ ശേഷം, കൊറോണ കൊണ്ട് രോഗം പിടിച്ചല്ല, കൊറോണ കാലത്ത് പള്ളി പൂട്ടിയിട്ട് മിരാനെ നോക്കിയിട്ട് കരഞ്ഞിട്ട് രോഗിയാണ്. പള്ളി പൂട്ടിയിട്ട് മനോവേദനയിൽ രോഗിയായിട്ട് ആ രോഗത്തിലാണ് അദ്ദേഹം മരിച്ചത്. അത്ര വലിയ മുത്തക്കയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹം മരിച്ച ദിവസമാണ്. അള്ളാഹു തആല ഖബറ് വിശാലായി കൊടുക്കട്ടെ. ദീനിയായിട്ട് നമ്മളെ നെഞ്ചിലായിട്ട്, നമുക്ക് ദീനിയായിട്ട് ദഅവത്തിന് പ്രോത്സാഹനം നൽകി ആരും നമ്മൾ മറക്കൂലല്ലോ. അങ്ങനെയല്ല, നെഞ്ചിലെപ്പോഴും അവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കുറെ ആൾക്കാർ എനിക്ക് അങ്ങനെ ഉണ്ട്. അവരൊന്നും ഒരിക്കലും ഞാൻ മറക്കും. എൻ്റെ എല്ലാ ദ്വായിലും അവരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരെ വല്യപ്പ. ഒരു മാത്രമല്ല, ഇവിടെ അവരെ പേരക്കുട്ടികൾ 2-3 ഉണ്ട് അല്ലേ? എത്ര ഉണ്ട്? 4 ആളുണ്ട് പേരക്കുട്ടി. അതിനൊരു ഭാഗ്യല്ലേ, 4 പേരക്കുട്ടികൾ എൻ്റെ ഒരു തോതുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു തആല അതിന്റെ ഒക്കെ കൂലി അദ്ദേഹത്തിന് കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് ആ മനുഷ്യന്റെ ഖബർ അള്ളാഹു വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ പ്രകാശം കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്, ഒരു സാധു, ഭൂമി പോലും അറിയാതെ നടന്നിരുന്ന ആൾ, ഒരു ഉറുമ്പിനെ പോലും ചവിട്ടാത്ത ആൾ, ഒരാളെ നാവുകൊണ്ട് ഉപദ്രവിക്കാത്ത ആൾ, ഇതൊക്കെ തന്നെയല്ലേ ഗുണം. അള്ളാഹു തആല അദ്ദേഹത്തിനെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ബദരീങ്ങളോട് കൂടെ അള്ളാഹു തആല ചേർത്തേട്ടെ. ഇൻഷാ അല്ലാഹ്. ചായയും ചീരനിയൊക്കെ ഉണ്ടല്ലേ അഫീദേ? എന്താടോ ചീരനി? പായസം. അപ്പൊ അതിലെന്നെ ചായയും ചീരനി ഉണ്ടല്ലോ, രണ്ടും കൂടി കൂടിയാണ്. അണ്ടിപ്പരിപ്പൊക്കെ അല്ലേ? റെഡിയല്ലേ? അണ്ടിപ്പരിപ്പ് എന്തേ? നമ്മളെ മൊയ്തീനാജിന്റെ പിന്നെ മൊയ്തീനാജി ബദരീങ്ങളാണ്ട് നടത്തിക്കണ്. അദ്ദേഹം എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ക്ഷണിച്ചിട്ടില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്നാരും നോമ്പർക്ക് ക്ഷണിക്കരുതെന്ന്. അതുകൊണ്ട് ആ മാന്യത കൊണ്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ട് ക്ഷണിക്കാതിരുന്നാണ്. പക്ഷെ മുത്താലിമീങ്ങൾ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അലി ഉസ്താദും വരൊക്കെ നല്ല കച്ച കെട്ടിയിട്ട് തിന്നാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, എല്ലാവരും, മൂപ്പര് മാത്രമല്ല. അപ്പൊ എനിക്കങ്ങോട്ട് തിന്നാൻ കൊടുത്തയച്ചിരുന്നു. ഭയങ്കര ഭക്ഷണങ്ങളായിരുന്നു. അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു, വാപ്പിയും മരിച്ച ആണ്ടേറ്റ് അതൊന്നല്ല, ബദരീങ്ങളിലോ സ്നേഹം കൊണ്ട് ചെയ്താണെന്ന് പറഞ്ഞ്. അൽഹംദുലില്ലാ. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടായി. അതൊക്കെ തന്നെ നാടിന്റെ വിളക്കുകൾ അണയാതെ അള്ളാഹു തആല ഒരുപാട് കാലം അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർ നൽകിയ ഭക്ഷണത്തിന്റെ പ്രതിഫലമൊക്കെ അള്ളാഹു തആല അവർക്ക് കബൂലാക്കട്ടെ. അള്ളാഹു തആല ബദരീങ്ങൾക്ക്, അവർ മരിച്ചുപോയ വാപ്പം എല്ലാവർക്കും അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ സലാത്തില്ലയോ? അല്ലാഹു തആല ബദരീങ്ങളുടെ ബർക്കത്തോടെ നമ്മളെല്ലാം രോഗം മാറ്റി തട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. പിന്നെ ചെറിയ കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാല്, നമുക്ക് ബദരീങ്ങൾ ആണ്ടൊക്കെ നാളെ ഒന്ന് ഉഷാറായിട്ട് നടത്തണ്ടേ? എന്തെങ്കിലും ഉണ്ടാത്തത്? അപ്പൊ അതിന് 400 പൊതി ഭക്ഷണം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. 400 പൊതിക്ക് ചുരുങ്ങിയത് 25,000-26,000 റുപ്യല്ലേ?
അതിനൊരു 15,000 രൂപ മുമ്പിലെടുത്ത് റെഡിയാണ്. ഞാനും കൊടുത്തേക്കണം. ഞാൻ ചെറിയ എന്നെ കൊണ്ട് പറ്റണ കൊടുത്തിട്ടുണ്ട്. ബാക്കിങ്ങളെല്ലാവരും കൂടി നാളെ കൊടുക്കണം. ഒരു 10 റുപ്യ അല്ലേ, അത് ഞാൻ കൊടുക്കണം. നിങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്താൽ മതി. 10 റുപ്യ ഒരുത്തരി 200, 100 500 എടുത്താൽ 10 റുപ്യ ആവും ഇൻഷാ അല്ലാ. അത് ഭംഗിയായി കൊടുക്കാം. പിന്നെ നമുക്ക് 26,000 വരുന്നുണ്ട്. അതുവരെ കമ്മിറ്റിക്കാരോടും ഒരാളോടും പറഞ്ഞിട്ടില്ല. ബാസാജി അല്ലേ, ബാസാജി അല്ലേ 500 റുപ്യ നിൽക്കണം ഇതിക്കല്ലേ. വലിയ തമ്മിൽ നമുക്ക് ഇതിന് 25,000 കിട്ടിയാൽ മതി. പക്ഷെ 26,000 ഒരു 1200 1400 ആൾക്കാർ ഈ പള്ളിയിലുണ്ടാവും. അന്നൊരു ദ്വായുണ്ട്. റമളാന് സലാം പറയുന്ന രൂപത്തിൽ ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരെണ്ണ ശ്വാസം ഉണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന ശ്വാസമായിരിക്കും. അപ്പൊ അതിൽ നമ്മളെല്ലാവർക്കും ഭക്ഷണം കൊടുക്കലുണ്ട്. സാധാരണ ഞാൻ മുമ്പൊക്കെ ഞാനും അവിടുത്തെ 2-3 ആൾക്കാർ കൂടി കൊടുത്തിരുന്നതാണ്. ഇപ്പൊ എന്നെ ഒറ്റ കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കണില്ല. പിന്നെ ആ മേഖലയിൽ ഇത്തിരി ആരോഗ്യം ഇപ്പൊ കുറവാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് അത്ര ഞാൻ പറയണ വെങ്ങിയായി പറഞ്ഞ നിങ്ങൾ ഫ്ലാഷ് ആക്കിയാലും എന്തെങ്കിലും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോ പിന്നെ മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അർത്ഥം വെക്കും. ആ മൂപ്പർക്ക് ആരോഗ്യം കുറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പൊ അങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ തടി കഴിച്ചിലാക്കും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഏതായാലും അത് നമുക്കെന്താണ് ഉഷാറാക്കണം. അതിനും ഇൻഷാ അല്ലാഹ് 75,000 രൂപയോളാവും. 26,000 രൂപ ഞാൻ ഏറ്റു. ബാക്കി നിങ്ങളെല്ലാവരും കൂടി കൊടുക്കണം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞാൽ ഇനി ഒറ്റക്ക് കൊടുക്കാൻ എന്റെ കുട്ടികളെ മേക്കല്ലോ, ദർശന കുട്ടികളോ. അപ്പൊ അവരേക്ക് കൂടും. അത് ഞാൻ അറിഞ്ഞിങ്ങനെ ഒരു കൂടാനുള്ള തീരുമാനത്തിലാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ തരും. ബാക്കി ഒരു 50,000 ഞങ്ങളെല്ലാവരും അതും ഞങ്ങൾ തന്നെ ഏൽക്കണം. ദർശന്റെ കയ്യിലാക്കണം. ഒരു പ്രശ്നമില്ല. ഇത് ഫുള്ള് ദർശന്റെ കയ്യിലാക്കണം. ആയാതി വർത്താനം എന്ന് പറയുന്നുണ്ട് വരില്ല. ആണെങ്കിൽ ഫുള്ള് ദർശന്റെ കയ്യിലാക്കി തരാം. എനിക്കതൊരു വിഷയമല്ല. അപ്പൊ അങ്ങനൊന്നും ആർക്കും തോന്നണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയും ഫുള്ള് ദർശന്റെ കയ്യിലാക്കി തരാം. ഒരു ചെറുപ്പക്കാരൻ്റെ ഒന്നും വാങ്ങൂല. ഞാനും കുട്ടിയോളും വേണേ ആ ചെയ്തുതരാം. പക്ഷെ കൂലിങ്ങൾക്കും കിട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് സൗകര്യം ചെയ്തു തരികയാണ്. അപ്പൊ ബാക്കി നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇതിനു വേണ്ടി ഓടിയെടുക്കുന്ന കമ്മിറ്റിക്കാർ, ഇരുന്ന് ചിന്തിക്കുന്നവരും എല്ലാവരും ഉറങ്ങണമെത്തൊക്കെ ഓഫീസ് തുറന്നിട്ട് അതിലിങ്ങനെ തല ഉണ്ടാക്കി എഴുതുന്നവരൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണവർ ഇന്ന് ഉച്ചക്ക് തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് വേണ്ട. ഞാൻ അങ്ങോട്ടവരോടൊന്നും മുണ്ടിയിട്ടില്ല. കാരണം എന്താ, നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞാണ്ട് ഒരു ഭാരാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നുമില്ല. ആരോടും ഉഷാർ ചെയ്തിട്ടില്ല. എന്നാലും അവരിങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് അതിനൊക്കെ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. അള്ളാഹു ഖൈറും ബറക്കത്തൊക്കെ ചെയ്യട്ടെ. അള്ളാഹു ചൊല്ലിയതും പറഞ്ഞൊക്കെ കബൂലാക്കി തരട്ടെ. അതിലൊക്കെ എല്ലാവരും കൂടിക്കോളി. റമളാനിലേക്ക് കൊടുക്കാനില്ല. ഞാൻ ഇപ്പൊ കണ്ടില്ലേ, എന്റെ കയ്യിൽ റമളാന് ഒന്നുമില്ല. എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ എന്റെ അടുത്ത് ഇപ്പൊ കസ്റ്റഡിയിൽ പാകം 1500 രൂപ ഉണ്ടോ. അങ്ങനെ നമ്മളൊന്നാണ്ട് ഉറങ്ങി അപ്പൊ റൂമിലൊന്നും മുട്ടുകയാണ് ആൾക്കാർ. പട്ടിണി പാവങ്ങള്, ഓപ്പറേഷൻ ചെയ്ത ആൾക്കാര്, ഓപ്പറേഷൻ വിധിച്ച ആളുകള്, കിഡ്നി പോയ ആളുകള്, അതൊന്നും ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇരിക്കണമെന്നില്ല. ഇവിടെ ഈ വക്തിന് വരുന്ന ആൾക്കാർക്ക് ബാക്കിയൊക്കെ ഞാൻ എന്റെ അടുത്തുള്ള എടുത്ത് കൊടുക്കല. അപ്പൊ അതുകൊണ്ട് റംലാനല്ലേ ഇപ്പൊ ഇതിനൊക്കെ പറ്റുള്ളൂ. ആരെങ്കിലും സായിബാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അന്ന് ഒരുപാട് മോമിനിയങ്ങൾ വരുന്നതാണ് പല ജില്ലയിൽ നിന്നും. അപ്പൊ അതിലേക്ക് പിന്നെ ബദരീങ്ങളാണ്. ഇതിനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുക. അല്ലാതെ പിന്നെ എന്തിനാ നമുക്ക് പൈസ ഉള്ളത്. അല്ലാഹു തആല അതിലൊക്കെ ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. ഹൈറും അല്ല നമ്മളെല്ലാരും കൂടി 25,000 ഏൽക്കല്ലേ. എന്താ നിങ്ങള് പറഞ്ഞപ്പോ മുഖമൊക്കെ ഒന്നാണ്ട് വാടിക്കണല്ലോ. അവർക്കറിയാം ഓലിഞ്ഞ എടുത്തു പിടിച്ചില്ലെങ്കിലും ഞാൻ കൊടുക്കുന്നു. അവർക്കറിയാം. അതായത് എല്ലാവർക്കും ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പൊ 75,000 രൂപ ആവും ചുരുങ്ങിയത്. അത് 25 ഞാൻ കൊടുക്കും. ഇങ്ങനെ ബാക്കി നിങ്ങളെല്ലാരും കൂടി കൊടുക്കുക. അള്ളാഹു അതിൽ പങ്കെടുക്കണം. മിനിമം 1,00,000 രൂപ ആവും. അപ്പൊ ഞാൻ 50 ഏൽക്കണം. അതിനുവേണ്ടി പറഞ്ഞതാ അല്ല, അതിനുവേണ്ടി ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നാളത്തേനോ? അപ്പൊ ഞാൻ 9,000 മതിയല്ലോ അല്ലെ ഇൻഷാ അല്ലാഹ്. അത് നാളാണ്ട് കിട്ടിക്കോളും. നാളെ കയറ്റ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും നാളെ ബദരീങ്ങളെ പേരിൽ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരേണ്ടി. നല്ല ചെയ്യാത്ത ചീനി മൈസൂർപ്പൊന്നും കൊണ്ടുവരുത്. ബദരീങ്ങളെ പേരിലാണ്. അപ്പൊ കണ്ടീഷനുള്ള ഫ്രൂട്ട് എല്ലാവരും കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കൂടി ഒക്കെ തിന്നണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ്. ആ പൊരിക്കടിയും ഫ്രൂട്ടും പിന്നെ ഒക്കെ കൂടി ആയിക്കോട്ടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അറിയില്ല. അവല് മിൽക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഉണ്ടാകലുണ്ടോ? ആയിക്കോട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹു ഇതൊക്കെ പറഞ്ഞ് ചെയ്ത് ഇതിലൊക്കെ സഹകരിച്ച് സഹായിച്ച് നീ തന്ന പൈസ, നീ തന്ന ആരോഗ്യം, നീ തന്ന സമയം, അത് നിനക്ക് വേണ്ടി ആഖിർ സമാനിൽ ഇങ്ങനൊക്കെ അല്ലാതെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അള്ളാഹു ഇതൊക്കെ കബൂലാക്കിയിട്ട് ഞങ്ങൾ ആ ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള പെടാപ്പാടാണ്. ഈ തട്ടിക്കളയല്ല അല്ലാഹ്. നിന്റെ റഹ്മത്തോണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. ആ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, പ്രവാസികളുണ്ട്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്.
ആരെയും നീ ഹൈവാക്കല്ല അല്ലാ. ഈ സംഘത്തിൽ കൂടി ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. പ്രത്യേകിച്ച് പരലോകത്ത് പരാജയപ്പെടുത്തല്ല അല്ലാ. ദുനിയാവിലെ ഏത് പരീക്ഷകളെയും അതിജയിക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة والسلام. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.